എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാഗമായിട്ട് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുക ലഭിക്കാനുള്ളവർക്കും അതോടൊപ്പം തന്നെ തുക ലഭിച്ചവരും അറിഞ്ഞിരിക്കുക. വീണ്ടും 1000 രൂപയുടെ വിതരണം ഈ മാസം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. നിലവിൽ ലഭിക്കാൻ പോകുന്നത് ഇതുവരെ അപ്രൂവൽ ആയിട്ട് ആനുകൂല്യം ലഭിക്കാത്തവർക്കും ഇപ്പോൾ പ്രോസസ്സിംഗിൽ കിടക്കുന്നവർക്കുമായിരിക്കും. അതായത് വളരെ വേഗം ബാക്കിയുള്ള അപേക്ഷകളെ പരിഗണിച്ച് വിതരണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തടസ്സവും കൂടാതെ തന്നെ ഇനി വരുന്ന മാസങ്ങളിൽ ധനസഹായം എത്തിച്ചേരുന്നതാണ്. പെൻഷൻ പദ്ധതി പോലെ ആയതുകൊണ്ട് തന്നെ എല്ലാ മാസത്തിന്റെയും അവസാന ആഴ്ചകളിൽ പെൻഷൻ ലഭിക്കുന്ന ക്രമീകരണമൊക്കെ ആയിരിക്കും ഇതിലും വരുത്തുന്നത്. അതായത് എല്ലാ മാസവും ഒരു നിശ്ചിത രീതിയിൽ തുക അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്ന രീതിയാണ് നിലവിൽ ഇപ്പോൾ 1000 രൂപയാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. എന്നാൽ ഇത് കാലക്രമേണ തുക വർദ്ധിപ്പിക്കുവാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട്. BPL റേഷൻ കാർഡുകാർക്ക് മാത്രമായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. അതായത് പ്രതിമാസം 2000 രൂപ ലഭിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ മാറുകയും ചെയ്യുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ അപേക്ഷകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ പെൻഷനായിട്ടോ മറ്റേതെങ്കിലും അലവൻസ് ആയിട്ടോ കുടുംബ പെൻഷനായിട്ടോ അക്കൗണ്ടുകളിലേക്ക് ധനസഹായം വാങ്ങുന്നവർ ആയിരിക്കുവാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് നമ്മുടെ ആധാർ രേഖകൾ വെച്ച് സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആനുകൂല്യങ്ങൾ വാങ്ങുന്നു അതിന്റെ പിഴ പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. പലിശ പിഴ പലിശ ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ അപേക്ഷ വച്ച് പക്ഷേ ഇതുവരെ സഹായം കിട്ടിയിട്ടില്ല എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷ വച്ചവരുടെ എല്ലാം തന്നെ അപ്രൂവൽ ആയിട്ടില്ല. ചിലരുടെ അപേക്ഷകൾ മടങ്ങിയിട്ടുണ്ട്. റിട്ടേൺ ടു സിറ്റിസൺ എന്ന പ്രത്യേക സംവിധാനമാണിത്. അതായത് നമ്മുടെ അപേക്ഷയിൽ സമർപ്പിച്ച രേഖകളിലെ വ്യക്തത കുറവ് മൂലം അല്ലെങ്കിൽ രേഖകളിലുള്ള പേരിലെ പൊരുത്തക്കേടുകൾ മേൽവിലാസത്തിലെ പൊരുത്തക്കേടുകളോ മറ്റെന്തെങ്കിലും കാരണവുമായിരിക്കും. ഇനി അതല്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡോക്യുമെന്റിന്റെ ക്ലാരിറ്റി അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യങ്ങളിലേക്ക് വിശദീകരണം ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അപേക്ഷ മുടങ്ങുന്നതാണ്. ആ അപേക്ഷ നമ്മൾ റീസബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വേണ്ട തിരുത്തലുകൾ വരുത്തി റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഡോക്യുമെന്റിന് പകരം അപ്ലോഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് കൃത്യമായിട്ട് വീണ്ടും ഒന്നുകൂടി സമർപ്പിക്കുവാനുള്ള സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആവശ്യപ്പെടുന്നതാണ്. ഇതെല്ലാം തന്നെ അറിയണമെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നമ്മൾ അപേക്ഷ വെച്ച ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി മൊബൈൽ ഫോൺ വഴി അപേക്ഷ വെച്ചാണ് എങ്കിൽ സ്മാർട്ട് കൃത്യമായിട്ട് തന്നെ ലോഗിൻ ചെയ്തു ഈ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.